സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് കത്ത് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. അഖിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. അഖിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് 28 വയസ്സായി, ഞാനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ്. വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ വിവാഹം നടന്നാൽ നന്നായിട്ട് ബന്ധം മുന്നോട്ട് പോകുമോ എന്നും ചോദിക്കുന്നുണ്ട്. ഗുരുത്വമുള്ള കൊച്ചനാജു. അതെ, പയ്യൻ ചോദിച്ചതിൽ ഗുരുത്വം ഉള്ളവനാണ്. 100% ഗുരുത്വവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഉണ്ട്. എന്തോ ഒരു ചെറിയ അക്കടി ചാടി കൊണ്ടാണ് ഈ വീട്ടുകാർ സമ്മതിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ ഈ കൊച്ചൻ കിടന്ന് വിഷമിക്കുന്നത്. ജാതക നിലയിൽ പരസ്പര അനുരാഗ യോഗം, ശുദ്ധനായ ഒരു പയ്യനാണ്. അവന് ദൈവം നിന്നിട്ടുണ്ട്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ജനിച്ച ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപൻ ജനിച്ച ലഗ്നത്തിലോട്ടുള്ള ദൃഷ്ടിയുള്ളതുകൊണ്ട് പരസ്പര അനുരാഗ യോഗം. ഇവർ കീറി മുറിച്ചിട്ടാൽ ഒന്നിക്കും. അതാണ് ആ യോഗം. ചിലപ്പം ജാതീയമോ സാമ്പത്തികമോ ആയ എന്തോ ഒരു ചെറിയ ചേർച്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ നടക്കുമോ എന്ന് ചോദിച്ചത്. എന്തായിരുന്നാലും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തകലുന്ന അവസരവും അല്ലെങ്കിൽ വായ്ക്കുരവിയും ഒക്കെ ഇട്ട് പന്തലിട്ട് വിവാഹം നടക്കണം എന്നൊക്കെയുള്ള ആ കൊച്ചൻ്റെ മോഹം നല്ലത് തന്നെ. ഈ ഒരു യോഗം നിൽക്കുന്നത് കൊണ്ട് ജ്യോതിഷപരമായ മറുപടി വളരെ ഗുരുത്വമുള്ളവനും പിതൃക്കളുടെ അനുഗ്രഹമുള്ളവനും പരസ്പരം അനുരാഗ യോഗമുള്ളവനും ഇവരുടെ വിവാഹത്തിന് ദൈവം കൂട്ടുനിൽക്കുമെന്നും ക്രമേണ ഏതെങ്കിലും വീട്ടുകാരുടെ എതിർപ്പുണ്ടെങ്കിൽ അത് മാറി ആ കുടുംബത്തിലൊരു അംഗമായി തന്നെ ഈ വരുന്ന ആളിനെ അംഗീകരിക്കാൻ രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ, സംരക്ഷകർ തയ്യാറാവുമെന്നും അവിടുത്തെ അവരുടെ കണ്ണിലുണ്ണിയായി തീരുമെന്നും പറയാം. പക്ഷേ അതൊറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ആകുകയില്ല. തൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളും കൂടെ നന്നായിരിക്കണം. അങ്ങനെ വരുന്ന പക്ഷം ഈ പരസ്പര അനുരാഗ യോഗത്തിൻ്റെ ഫലം പൂർണ്ണമായും ലഭ്യമാവും. യോഗം ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഈ പ്രോഗ്രാം കേൾക്കുന്നത് കൊണ്ടും ചിലപ്പം ഇതനുസരിച്ച് മാതാപിതാക്കളുടെ സാക്ഷന് വേണ്ടി പറയുക, അല്ലെങ്കിൽ അല്പം കാത്തിരിക്കുക. ഏതായാലും അതിൽ മരണപര്യന്തം വരെ അനുരാഗത്തിൽ ജീവിച്ചു പോകും. പരസ്പര സ്നേഹമുണ്ടാവും, എതിർപ്പുകളൊന്നുമില്ല. നല്ല യോഗമുള്ള കുഞ്ഞുങ്ങൾ അതിലുണ്ടാവും. അവർ ആത്മീയവും ബൗദ്ധികവും ആരോഗ്യപരവും സാമ്പത്തികപരവും വിദ്യാപരവുമായ അഭിവൃദ്ധിയിലേക്കെത്തും. ഈ കുടുംബത്തിൻ്റെ പ്രായം ചെന്നവരെയൊക്കെ പരിപാലിക്കാൻ അവർക്കും അവരുടെ അച്ഛനും ഒക്കെ കഴിവുണ്ടാവും. ഇങ്ങനെ ഇതെല്ലാം ഈ മാജിക് രീതിയിൽ ഒരു മിനിറ്റ് കൊണ്ടെല്ലാം കാണിക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെയാണ് ഈ യോഗം. അതുകൊണ്ട് ഇതിന് സർവ്വതാ എല്ലാവിധ ഭാഗ്യങ്ങളും തുണയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് മതമോ ജാതിയോ രാഷ്ട്രീയമോ സാമ്പത്തികമോ പഠിത്തമോ ഒന്നും കാര്യമായി നോക്കേണ്ടതില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ കുഴപ്പമുള്ളതുകൊണ്ടാണ് വീട്ടുകാർ സമ്മതിക്കാതെ വരുന്നത്. ഒന്നുമല്ല, ഡൗറി ഒന്നും ചോദിക്കാൻ മേലാത്ത കാലമാണ്. എങ്കിലും ഒന്നുമില്ലാത്ത ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും സമ്മതിക്കാത്തത്. അതൊക്കെ ഉണ്ടായിക്കോളും, തന്നെ അങ്ങ് ഉണ്ടാവും. അതിനുള്ള ഐശ്വര്യം വളരെ റയറാണ്. കോടിക്കണക്കിന് ജാതകങ്ങൾ നോക്കിയാൽ പരസ്പര അനുരാഗ യോഗം അത് വലിയ വലിയ യോഗങ്ങളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കുബേരനാവാനുള്ള യോഗവും, മരിച്ചു കഴിഞ്ഞാൽ പോലും ആത്മാക്കൾ ഒന്നായിത്തീരുന്ന യോഗങ്ങളും, അതിൽ നിന്നുണ്ടാവുന്ന ഉടലെടുക്കുന്ന പൊട്ടിപ്പുറപ്പെടുന്ന വിത്തുകൾ അതീവ ഭാഗ്യങ്ങളുള്ളതും കുടുംബത്തിന് ഐശ്വര്യവും ഒക്കെ ആയിട്ട് വരുമെന്നാണ്. ഇപ്പം മാതാപിതാക്കൾ എതിർത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൈകൊണ്ട് വെള്ളം കുടിച്ച് ആവേണ്ടതായിട്ട് വരും. അത്തരൊരവസ്ഥയും കൂടെ വരുന്നുണ്ട്. കുടുംബങ്ങൾ തങ്ങളിലുള്ള ആ ചെറിയ ചേർച്ചക്കുറവിന് ഐകമത്യമോ അത് സംവാദമോ അങ്ങനെ ഏതെങ്കിലും ലഘുകർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എന്തായിരുന്നാലും വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി അടുത്ത വർഷം വിവാഹം കഴിക്കാനൊക്കെയുള്ള യോഗമുണ്ട്. എല്ലാവിധ ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. നന്ദി. വീണ്ടും കത്തയക്കുക.